പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂബിലർ ലാബ് അസിസ്റ്റന്റ് ബേസിക് ലബോറട്ടറി ടെക്നിക്സിൽ പാർട്ട് 5 ആണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ചെയ്യുന്ന ടോപ്പിക്കുകൾ കോമൺ ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ഇൻ ലബോറട്ടറീസ്, അഥവാ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇൻക്യുബേറ്റേഴ്സ്, സെൻട്രിഫ്യൂഗ്, പിന്നെ കലോറിമീറ്റർ, സ്പെക്ട്രോഫോട്ടോമീറ്റർ, ഫ്ലെയിം ഫോട്ടോമീറ്റർ, വാട്ടർ ബാത്ത്. ഇതിൽ രണ്ടെണ്ണം സെമി ഓട്ടോ അനലൈസറും മൈക്രോ പിപ്പറ്റ്സും കൂടെ നമ്മുടെ സിലബസിലുണ്ട്. പക്ഷേ ഇത് ഇത്ര തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇത്രയും ഇൻസ്ട്രുമെൻറ്റ്സ് തന്നെ കുറച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിച്ചു പോകണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ലബോറട്ടറി ടെക്നിക്സിന് 10 മാർക്കാണ് സിലബസിലുള്ളത്. അപ്പോൾ നമുക്ക് ഇതുവരെ പഠിച്ച ഭാഗങ്ങളൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഡിസ്റ്റിലേഷൻ ആൻഡ് ഡിഅയനൈസേഷനും പിന്നെ കുറച്ച് ടൈപ്സ് ഓഫ് കെമിക്കൽസും അതിൻ്റെ സിമ്പിൾസും ഒക്കെ കാര്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. ബാക്കിയൊക്കെ നമുക്കൊന്ന് വായിച്ച് നോക്കിയാൽ തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ പഠിക്കാൻ പോകുന്ന ഈ പാർട്ടുകൾ, ഇൻസ്ട്രുമെൻസും ആ ഭാഗങ്ങളും മാത്രമേ നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളതുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ടെക്സ്റ്റിലെ മാത്രം പോരെ, നമ്മൾ കുറച്ച് നന്നായിട്ട് ഡീപ്പായിട്ട് തന്നെ പഠിക്കണം. കാരണം 10 മാർക്കാണ് ഈ ഒരു ബേസിക് ലബോറട്ടറി ടെക്നിക്സ് എന്ന് ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴേക്ക് തന്നെ ഇതൊരു ലെങ്തി വീഡിയോ ആവും. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു സെമി ഓട്ടോ മുഴുവനായിട്ട് അതുകൊണ്ട് ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല. സെമി ഓട്ടോ അനലൈസറും മൈക്രോ പിപ്പറ്റ്സും നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കൂടി ഈ ഒരു വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ലബോറട്ടറി ടെക്നിക്സിൻ്റെ മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ആവും. പിന്നെ ഉടനെ തന്നെ അതിൻ്റെ മോഡൽ ന്യൂ പാറ്റേൺ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഞാൻ ഇടുന്നതായിരിക്കും. എല്ലാവരും ഈ 5 പാർട്ട് നന്നായി കണ്ടിട്ട് ആ ക്വസ്റ്റ്യൻ ആൻസറും കൂടെ ഒന്ന് അറ്റൻഡ് ചെയ്യുക. കാരണം നമുക്ക് ഇനി വരുന്ന എക്സാമുകൾ, ഇതിപ്പം 2018 ഇതിൻ്റെ എക്സാം കഴിഞ്ഞത്. അപ്പോൾ ഈ 2018 നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതി നിലവിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഇപ്പം നടക്കുന്ന എക്സാമുകളിലൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ അതിപ്രസരം കാണാം. അപ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറച്ചെങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്ത് അതുമായിട്ടൊന്ന് ഫെമിലിയർ ആയാൽ മാത്രമേ നമുക്കൊരു പേടിയില്ലാതെ എക്സാം ഹാളിലേക്ക് കയറാൻ കഴിയുള്ളൂ. കാരണം അല്ലാതെ നമ്മൾ ആദ്യം പോലത്തെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പതറിപ്പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ മോഡൽ ന്യൂ പാറ്റേൺ ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഡിസ്കഷനും കൂടെ ഉണ്ടാവും. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ബേസിക് ലബോറട്ടറി ടെക്നിക്സിൻ്റെ എന്ന് പറയുന്ന ഫസ്റ്റ് മൊഡ്യൂൾ കഴിയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹെമറ്റോളജി ആ ഭാഗത്തേക്ക് പോവാം. ഓക്കെ, ദെൻ നമുക്കിനി ടോപ്പിക്കിലോട്ടേക്ക് പോവാം. അപ്പം ഇൻസ്ട്രുമെൻസിൽ നമ്മൾ പറയുന്ന ഫസ്റ്റ് വൺ ആണ് ഫോട്ടോമെട്രി. ഫോട്ടോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിൻസിപ്പിളാണ്. ദാറ്റ് മീൻസ് ഈ ഒരു ഫോട്ടോമെട്രീൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫിസിക്കൽ ലോസ് ഓഫ് റേഡിയൻ എനർജി ഓർ ലൈറ്റ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒന്നുകിൽ ഇൻറ്റൻസിറ്റി ഓഫ് അബ്സോർബ്ഡ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റഡ് ഓർ റിഫ്ലക്റ്റഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുക. എന്തുമായി ബന്ധപ്പെട്ട് കോൺസെൻട്രേഷൻ ഓഫ് ടെസ്റ്റ് സബ്സ്റ്റൻസ്. ഒന്നുകിൽ നമുക്ക് അൺനോൺ ആയിട്ടുള്ള കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് രണ്ടും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഫോട്ടോമെട്രി. അപ്പോൾ ഈ ഫോട്ടോമെട്രിക് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നത് ഫോട്ടോമെട്രി എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് മാത്രമല്ല, അത് അപ്ലൈ ചെയ്ത് ഫോട്ടോമെട്രിക് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ട് ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു, ഒന്നുകിൽ അബ്സോർബ്ഡ് ട്രാൻസ്മിറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് എന്ന് പറഞ്ഞതുപോലെ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് 2 രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഒന്ന് മെഷർമെൻറ്റ്സ് ഓഫ് അബ്സോർബ്ഡ് ഓർ ട്രാൻസ്മിറ്റഡ് ലൈറ്റ്. ഈ അബ്സോർബ് ചെയ്യുന്നതിൻ്റെ എക്സാമ്പിളാണ് കലോറിമെട്രിയും സ്പെക്ട്രോഫോട്ടോമെട്രിയും ടർബിഡോമെട്രിയും.
രണ്ടാമത്തത് മെഷർമെൻറ്റ് ഓഫ് എമിറ്റഡ് ലൈറ്റ്. മെഷർമെൻറ്റ് ഓഫ് എമിറ്റഡ് ലൈറ്റിന് എക്സാമ്പിളാണ് ഫ്ലെയിം ഫോട്ടോമെട്രിയും ഫ്ലൂറോമെട്രിയും. അപ്പോൾ ഇത് നമുക്ക് പഠിക്കാനുള്ള ഇതിലുള്ള മൂന്നെണ്ണം എന്ന് പറയുന്നത് കലോറിമെട്രിയും സ്പെക്ട്രോഫോട്ടോമെട്രിയും ഫ്ലെയിം ഫോട്ടോമെട്രിയാണ്. അപ്പോൾ ഇതിൽ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൻ്റെ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ ഇൻറ്റൻസിറ്റി ഓഫ് അബ്സോർബ്ഡ് ട്രാൻസ്മിറ്റഡ് ഓർ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈസ് മെഷേർഡ് ആൻഡ് റിലേറ്റഡ് ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദി ടെസ്റ്റ് സബ്സ്റ്റൻസ്. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വൺ കലോറിമീറ്റർ. Calorimeter is based on Beer-Lambert's law. Calorimetry involves measurement of color produced by an analyte whose concentration is unknown, and its comparison with that produced by known amount of substance, and in turn its concentration. ഇതെന്ന് പറയുന്നത് കലോറിമീറ്റർ എന്ന് പറയുന്നത് ബീർ ലാംബർട്ട്സ് ലോ എന്നിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നത് ഒരു കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അനലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ നമുക്കറിയില്ലെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് കലോറിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം പറഞ്ഞിരിക്കുന്ന ബീർ ലാംബർട്ട്സ് ലോ ആദ്യം നോക്കാം. ഈ ബീർ ലാംബർട്ട്സ് ലോ എന്ന് പറയുന്നത് ഒരൊറ്റ ലോയല്ല, ശരിക്കും ലാംബർട്ട്സ് ലോയും ബീർ എന്ന് ലാംബർട്ട് കണ്ടുപിടിച്ച ലാംബർട്ട്സ് ലോയും ബീർ കണ്ടുപിടിച്ച ബീർ ലോയും കൂടെ കൂട്ടിക്കലർത്തിയിട്ടുള്ള കണ്ടുപിടുത്തമാണ് ബീർ ലാംബർട്ട്സ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ലാംബർട്ട്സ് എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റിയെ ബേസ്ഡ് ചെയ്തിട്ട് കണ്ടുപിടിച്ച ലോയും ബീർ കണ്ടുപിടിച്ചത് ഇതിലെ കോൺസെൻട്രേഷൻ ബേസ് ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. ഇതൊരു ലൈറ്റ് സോഴ്സ് ആണ്. അപ്പോൾ ഈ ലൈറ്റ് സോഴ്സിൽ നിന്ന് ഒരു ഇൻറ്റൻസിറ്റി I0 എന്ന് പറയുന്നത് ഹോമോജീനിയസ് സൊല്യൂഷനിലേക്ക് കൊടുക്കുന്നു. അതിൽ നിന്ന് പുറത്ത് വരുന്ന ഇൻറ്റൻസിറ്റിയാണ് IT എന്ന് പറയുന്നത്, ട്രാൻസ്മിറ്റഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് ആയിരിക്കണം. എന്താണ് ഈ മോണോക്രോമാറ്റിക് ലൈറ്റ്? മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോണോക്രോമാറ്റിക് ലൈറ്റിന് സെയിം വേവ് ലെങ്ത് ആയിരിക്കണം. സെയിം വേവ് ലെങ്ത് ഉള്ള ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് അതിൻ്റെ I0 ഇൻറ്റൻസിറ്റിയിൽ ഒരു ഹോമോജീനിയസ് സൊല്യൂഷനിലേക്ക് കടത്തിവിടുന്നു. ഈ ഹോമോജീനിയസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് വെച്ചാൽ ഈ ഹോമോജീനിയസ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കും. ഓക്കെ, ഈ ഹോമോജീനിയസ് സൊല്യൂഷൻ വേറൊരു പ്രത്യേകത കൂടെ വേണം. ഈ ഹോമോജീനിയസ് സൊല്യൂഷൻ നിർബന്ധമായിട്ടും ഒരു കളേർഡ് സബ്സ്റ്റൻസ് ആയിരിക്കണം, ഒരു കളേർഡ് സൊല്യൂഷൻ ആയിരിക്കണം. ഈ കളേർഡ് സൊല്യൂഷന് നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ പറയാം, ഫെറിക് തയോസൈനൈഡ്, അല്ലെങ്കിൽ പൊട്ടാസ്യം ക്രോമൈറ്റ്, അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇതൊക്കെ ഒരു ഹോമോജീനിയസ് സൊല്യൂഷൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ ഈ ലൈറ്റ് സോഴ്സ് I0 എന്ന് പറയുന്ന ഒരു ഇൻറ്റൻസിറ്റിയിൽ ഹോമോജീനിയസ് സൊല്യൂഷനിലേക്ക് കടത്തി വിടുമ്പോൾ ഈ I0 ഇൻറ്റൻസിറ്റിയിൽ നിന്ന് കുറച്ച് ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യുന്നു, നമ്മുടെ ഹോമോജീനിയസ് സൊല്യൂഷന് കിട്ടുന്നു. അത് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, അതിൻ്റെ ലൈറ്റ്. അപ്പോൾ ഒരു IA എന്ന് പറയുന്ന ഒരു ഇൻറ്റൻസിറ്റി ഹോമോജീനിയസ് സൊല്യൂഷന് കിട്ടുന്നു. അപ്പോൾ ഒരു IA എന്ന് പറയുന്ന I0യിൽ നിന്ന് IA പോയി കഴിഞ്ഞിട്ടുള്ള ഒരു ഇൻറ്റൻസിറ്റി, ഒരു ബാക്കി വരുന്നതാണ് ഇൻറ്റൻസിറ്റി IT എന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ IT എന്ന് പറയുന്നത് എപ്പോഴും I0നേക്കാളും ചെറുതായിരിക്കും. എന്ന് വെച്ചാൽ I0യാണ് വലുത്. കാരണം I0യിൽ നിന്ന് കുറച്ച് ഇൻറ്റൻസിറ്റി ഹോമോജീനിയസ് സൊല്യൂഷൻ എന്ത് ചെയ്തു, അബ്സോർബ് ചെയ്തു. ഇനി ബീർ ലാംബർട്ട്സ് ലോ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
decreasing intensity of a homogeneous solution. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് homogeneous solution. ഇതിലെ decreasing intensity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ I0 ഈ homogeneous സൊല്യൂഷനിലേക്ക് വരുമ്പോൾ വരുന്ന ഓരോ സ്ഥലങ്ങളിലും ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. ഒരു ഡിക്രീസിൻ ഒരു ചെറിയൊരു എമൗണ്ടിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടുന്ന് ഒരു 500 ഇൻറ്റൻസിറ്റിയിൽ 500 I0യിൽ 500 I0യിൽ ഒരു ഇൻറ്റൻസിറ്റി ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഇതിനെ ഓരോ ചെറിയ ചെറിയ പാർട്ടായി തിരിക്കണം. ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ പാർട്ടായിട്ട് തിരിക്കുകയാണെങ്കിൽ ഇത്രയുള്ളതാണ് dx എന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്നെസ്. ഇതിനെ ശരിക്കും ഈ ഒരു ഹോമോജീനിയസ് സൊല്യൂഷൻ്റെ തിക്നെസ് നമ്മൾ കോൺസ്റ്റൻ്റായി എടുക്കുന്നത് കൊണ്ടാണ് മാത്രമാണ് നമുക്ക് ഈ ബി ലാംബർട്ട്സ് ലോ നമുക്ക് പറയാൻ കഴിയുന്നത് കേട്ടോ. ഇതിൻ്റെ തിക്നെസ് വേറെ വേറെ ആയിട്ട് നമുക്ക് ഒരിക്കലും എടുക്കാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പം ഇതിലെ ഓരോ dx എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കുക. അപ്പോൾ ഈ dxൽ ഫസ്റ്റ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഇൻറ്റൻസിറ്റി 500 തന്നെ കിട്ടും. ഓക്കെ, ഇൻറ്റൻസിറ്റി. ഇനി പക്ഷെ നെക്സ്റ്റ് വരുമ്പോഴേക്ക് അത് ചിലപ്പോൾ 419 ഒക്കെ ആവാം. ഓക്കെ, അപ്പോൾ ഇതൊരു 419 ആവാം. അങ്ങനെ ഇവിടെ വരുമ്പോൾ അടുത്തത് വരും. ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് ഇവിടെ എത്തുമ്പോഴേക്ക് ഇതൊരു എത്തുമ്പോഴേക്ക് അതൊരു 400 വരെ ആയിട്ട് മാറാം. അപ്പം ഇങ്ങനെ പറയുന്ന ഡിക്രീസിങ് ഇൻറ്റൻസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് thickness ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി ആൻഡ് കോൺസെൻട്രേഷൻ. ഇതാണ് ബീർ-ലാംബർട്ട്സ് ലോ. When a monochromatic light is passed through a homogeneous absorbing medium, the decreasing intensity of radiation with thickness is proportional to the intensity of incident radiation and its concentration minus di by dt proportional to dt അല്ല കേട്ടോ, ഇവിടെ dx ആണ്. സോറി, ഇത് മാറിപ്പോയതാണ്. dx ആണ് കേട്ടോ തിക്നെസ്. dx പ്രൊപ്പോർഷണൽ ടു I into C. ഇതാണ് ബീർ-ലാംബർട്ട്സ് ലോ എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ ഗ്രാഫ്. അപ്പോൾ നമുക്ക് ബീർ-ലാംബർട്ട്സ് ലോ വന്നു. ഇനി ഈ ബീർ-ലാംബർട്ട്സ് ലോ കലോറിമീറ്ററിൽ എങ്ങനെ ഇതാവും? കലോറിമീറ്ററിൽ നമുക്കിത് നോക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഈ അൺനോൺ സൊല്യൂഷൻ ഏതാണോ, അൺനോൺ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളതായിരിക്കണം, അൺനോൺ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള കളേർഡ് സൊല്യൂഷൻ ഏതാണോ അതിൻ്റെ കോൺസെൻട്രേഷൻ അറിയുന്ന 3-4 സാമ്പിൾ നമ്മൾ എടുത്തിട്ട് നമ്മുടെ കലോറിമീറ്ററിലേക്ക് വെക്കുക. ഓക്കെ, കലോറിമീറ്ററിലേക്ക് വെക്കുമ്പോൾ ഓരോന്നിൻ്റെയും വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ 0.1 എന്നിരിക്കട്ടെ. ദെൻ നെക്സ്റ്റ് 0.2, നെക്സ്റ്റ് 0.3. ഇതാണ് കോൺസെൻട്രേഷൻ കേട്ടോ. ഇനി അതിൻ്റെ അബ്സോർബിങ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ അബ്സോർബൻസ് 0.1ൻ്റെ അബ്സോർബൻസ് 0.1 എന്നിരിക്കട്ടെ. 0.2 ആവട്ടെ, 0.3. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, അറിയുന്ന കോൺസെൻട്രേഷനിൽ വെച്ച് നമ്മൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്തിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്കതൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഇതിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അൺനോൺ ആയിട്ടുള്ള സൊല്യൂഷൻ ഇപ്പം ഒരു 0.15 എന്നിരിക്കട്ടെ. അൺനോൺ സൊല്യൂഷൻ്റെ അബ്സോർബൻസ് കലോറിമീറ്ററിൽ നമ്മൾ കൊടുത്തപ്പോൾ അൺനോൺ സൊല്യൂഷൻ കലോറിമീറ്ററിൽ കൊടുത്തപ്പോൾ അതിൻ്റെ അബ്സോർബൻറ്റ് 0.15 എന്ന് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ജസ്റ്റ് അത് ഗ്രാഫിൽ അടയാളപ്പെടുത്തുക.
ഇങ്ങനെ അടയാളപ്പെടുത്തുക. അപ്പോൾ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് കിട്ടുമ്പോൾ അതിൻ്റെ താഴെയുള്ള കോൺസെൻട്രേഷൻ എത്രയാണെന്ന് നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ബീർ-ലാംബർട്ട്സ് ലോ ഉപയോഗിച്ചിട്ട് നമ്മുടെ കലോറിമീറ്റർ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇത് പക്ഷേ കലോറിമീറ്ററിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ കോൺസെൻട്രേഷൻ വരുമ്പോൾ ഈ ഗ്രാഫ് ജസ്റ്റ് ഒരു കർവ്ഡ് ആയിട്ട് ഇങ്ങനെയായിട്ട് മാറും. അപ്പോൾ അത് ഇതിൻ്റെ ഒരു വലിയൊരു ഡിഫക്റ്റാണ്. കാരണം ഹൈ കോൺസെൻട്രേഷനിൽ ഈ കലോറിമീറ്ററി ഒരിക്കലും ആപ്ലിക്കബിൾ ആവുന്നില്ല. അപ്പോൾ അതാണ് കലോറിമീറ്റർ. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഫോർമുല നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളതാണ്. സ്റ്റാൻഡേർഡ് ഫോർമുല യൂസ്ഡ് ഇൻ ദ കലോറിമീറ്ററി ഈസ് concentration of analyte in a deciliter equal to absorbance OD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ optical density എന്നാണ് കേട്ടോ. Absorbance OD of test divided by absorbance OD of standard into concentration of standard divided by amount of sample into 100. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഇതിന് പ്രോബ്ലം ചെയ്യാനൊന്നും നമുക്ക് എന്തായാലും വരത്തില്ല. അപ്പോൾ ഇനി അടുത്തത് കമ്പോണൻസ് ഓഫ് കലോറിമീറ്റർ. കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് സോഴ്സ്, ക്യുവറ്റ്, ഫിൽറ്റർ, കളേർഡ് സൊല്യൂഷൻ, ഫോട്ടോ ട്യൂബ്, ഗാൽവനോമീറ്റർ, ആംപ്ലിഫയർ ആൻഡ് റെക്കോർഡർ. ഇതാണ് കേട്ടോ ഒരു കലോറിമീറ്റർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കലോറിമീറ്ററിൻ്റെ കമ്പോണൻറ്റ്. ഇനി ഇത് നമുക്ക് നേരത്തെ പറഞ്ഞതിൻ്റെ നേരത്തെ പിക്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് വരച്ചതാണ്. ഇത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാം. ലാമ്പെന്ന് ഒരു മോണോക്രോമാറ്ററിലെത്തി അതിൻ്റെ ഒരു പ്രത്യേക വേവ് ലെങ്ത്തിലുള്ളതിനെ മാത്രം നമ്മൾ കടത്തിവിടുന്നു. അതൊരു ക്യുവറ്റിലേക്ക് കടത്തിവിടുന്നു. ഇതിൻ്റെ തിക്നെസ് എല്ലായ്പ്പോഴും സെയിം ആയിരിക്കണം. എന്നിട്ട് ആ ഒരു I0 കടത്തിവിട്ടു. ഇവിടുന്ന് ഒരു I എന്ത് ചെയ്തു, അബ്സോർബ് ചെയ്തു. ബാക്കി ഇങ്ങോട്ടേക്ക് ഇൻറ്റൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ് I ആയി. ഇനി ഇതൊരു ഡിറ്റക്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അബ്സോർബൻസ് എത്രയാണെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. ഈ ഡിറ്റക്ടറിലാണ് നമ്മുടെ ഈ ഗാൽവനോമീറ്ററും ഇതൊക്കെ വരുന്നത്. അതിൻ്റെ റീഡിംഗ് ഒക്കെ പറയാം. ഓക്കെ, advantage of calorimeter. The manual operation are limited. It is very easy to operate. For the photometric reading of unstable colored complexes, the single cell photometer can be very useful. ഇതാണ് calorimeter. Then disadvantage of calorimeter, less sensitive ആണ്. ലിമിറ്റഡ് റേഞ്ച് ഓഫ് ഫിൽറ്റേഴ്സ് അവൈലബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ലിമിറ്റഡ് റേഞ്ചിലെ ഫിൽറ്ററേ അവൈലബിൾ ആവുന്നുള്ളൂ. ഇഫ് ദ ലൈറ്റ് സോഴ്സ് ഈസ് നോട്ട് സ്റ്റേബിൾ there is a possibility of errors due to change from the initial light intensity during measurement. ഇതൊക്കെയാണ് കലോറിമീറ്ററിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഇനി അടുത്തതാണ് സ്പെക്ട്രോഫോട്ടോമീറ്റർ. സ്പെക്ട്രോഫോട്ടോമീറ്റർ ടെക്സ്റ്റിൽ ഒരു കുഞ്ഞ് ഭാഗം മാത്രമേ, ഇത്ര ഭാഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു സ്പെക്ട്രോഫോട്ടോമീറ്റർ. നമ്മുടെ സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് സെയിം വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമീറ്റർ ആണ്. അപ്പോൾ ബീർ-ലാംബർട്ട്സ് ലോ യൂസ് ചെയ്തിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് സ്പെക്ട്രോഫോട്ടോമീറ്റർ. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ കളേർഡ് സൊല്യൂഷൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ നേരത്തെ കലോറിമീറ്ററിൽ കളേർഡ് സൊല്യൂഷൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ കളേർഡും കളർലെസ്സും ആകാം. പിന്നെ UV റേഞ്ചിലൊക്കെ നമ്മൾ നേരത്തെ ഈ കലോറിമീറ്ററിൻ്റെ ഡിഫക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. കുറച്ച് വേവ് ലെങ്ത്തിൻ്റെ ഒരു ലിമിറ്റഡ് സ്പേസിൽ മാത്രമേ ലിമിറ്റഡ് വേവ് ലെങ്ത്തിൽ മാത്രമേ അത് വർക്ക് ആവുള്ളൂ കലോറിമീറ്റർ. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരുപാട് വലിയ ഒരു റേഞ്ച് ഓഫ് വേവ് ലെങ്ത്തിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, spectrophotometer has same working principle of calorimeter, but in spectrophotometer prism or diffraction grating is used as monochromator, which provides narrower wavelength and enables special measurements in ultraviolet and infrared regions.
ഇതാണ് കലോറിമെട്രീൻ്റെയും സ്പെക്ട്രോഫോട്ടോമെട്രീൻ്റെയും ഡിഫറൻസ്. ഒന്ന് നോക്കുക ഡെഫിനിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കലോറിമെട്രി ദ ടെക്നിക് വി യൂസ് ടു ഡിറ്റർമൈൻ ദ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ഹാവിങ് കളർ. ഇതാണ് നമ്മുടെ സ്പെസിഫൈ ചെയ്യേണ്ട കളേർഡ് സൊല്യൂഷൻ. Spectrophotometry, the technique of measuring how much light a chemical substance absorbs by measuring the intensity of light as a beam of light passes through a sample. ഇതിൽ ഒരു ലൈറ്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഒരു കളേർഡോ കളർലെസ് ആയിട്ടുള്ളതിൻ്റെ ഒക്കെ സ്പെക്ട്രോഫോട്ടോമെട്രിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി വേവ് ലെങ്ത്. Colorimeter uses fixed wavelengths which are in the visible range. Visible range ലായിട്ടുള്ള fixed wavelength ഉള്ളിൽ മാത്രമേ colorimeter പ്രവർത്തിക്കുള്ളൂ. എന്നാൽ spectrophotometry can use wavelengths in a wider range. Okay, UV ഇൻഫ്രാറെഡും UV റേഞ്ചിലൊക്കെ എന്ത് ചെയ്യും സ്പെക്ട്രോഫോട്ടോമെട്രി വർക്കാവും. അടുത്തത് സാമ്പിൾ കളറാണ്. Sample color calorimeter need to use colorful samples. Spectrophotometry need to use colorless samples. എന്ന് വെച്ചാൽ കളേർഡും പറ്റും കേട്ടോ. സ്പെക്ട്രോഫോട്ടോമെട്രിയിൽ കളേർഡും പറ്റുവേ. Any quantification quantifies color by measuring 3 primary color components of light: red, green, blue. ഈ 3 കളർ ഓഫ് പ്രൈമറി കളർ കമ്പോണൻസ് മാത്രമേ ഇതിൽ ക്വാണ്ടിഫൈ ചെയ്യുള്ളൂ. പക്ഷേ സ്പെക്ട്രോഫോട്ടോമെറ്റർ മെഷേഴ്സ് ദ പ്രിസൈസ് കളർ ഇൻ ദ UV വിസിബിൾ ലൈറ്റ് വേവ് ലെങ്ത്. UV വിസിബിൾ വേവ് ലെങ്ത്തിലുള്ള ഏത് ഇത് കളർ മെഷർ ചെയ്യാം. ഇനി അടുത്തത് മെഷർമെൻറ്റ്. മെഷർ ദ അബ്സോർബൻസ് ഓഫ് ലൈറ്റ്. അബ്സോർബൻസ് ഓഫ് ലൈറ്റ് ആണ് കലോറിമെട്രിയിൽ മെഷർ ചെയ്യുന്നത്. അടുത്തത് സ്പെക്ട്രോഫോട്ടോമെട്രിയിൽ മെഷർ ദ എമൗണ്ട് ഓഫ് ലൈറ്റ് ദാറ്റ് പാസസ് ത്രൂ ദ സാമ്പിൾ. ഇതാണ് സ്പെക്ട്രോഫോട്ടോമെട്രി. ഇനി അടുത്തതാണ് ഫ്ലെയിം ഫോട്ടോമീറ്റർ. ഫ്ലെയിം ഫോട്ടോമെട്രി വർക്ക്സ് ഓൺ ദ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫോട്ടോമീറ്റർ. ഫോട്ടോമെട്രിയിൽ ലൈറ്റ് ഇമിറ്റ് ചെയ്യുന്നതിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആയിരുന്നു ഫ്ലെയിം ഫോട്ടോമെട്രി എന്ന് പറയുന്നത്. എമിറ്റഡ് ലൈറ്റിൻ്റെ എക്സാമ്പിളാണ് ഫ്ലെയിം ഫോട്ടോമീറ്റർ. അപ്പോൾ ഫ്ലെയിം ഫോട്ടോമീറ്റർ വർക്ക്സ് ഓൺ ദ ഫാക്ട് ദാറ്റ് ദ കോമ്പൗണ്ട് ഓഫ് ആൽക്കലി ആൻഡ് ആൽക്കലൈൻ മെറ്റൽസ് can be thermally dissociated in a flame, and that some of the atoms produced will be further excited to a higher energy level. When these atoms return to the ground state, they emit radiation which lies mainly in the visible region of the spectrum. Each element will emit radiation at a wavelength specific for that element. ഇതാണ് നമ്മുടെ ടെക്സ്റ്റിലെ ഫ്ലെയിം ഫോട്ടോമീറ്റർ. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം എന്താണ് ഇത്. പൊട്ടാസ്യം, ലിഥിയം, കാൽഷ്യം, സോഡിയം, ബേരിയം ഇതിൻ്റെ വേവ് ലെങ്ത്തും ഇതിൻ്റെ കളറും ഒന്ന് നന്നായിട്ട് നമ്മൾ നോക്കി വെച്ചേക്കാം. പൊട്ടാസ്യം വയലറ്റ്, ലിഥിയം റെഡ്, കാൽഷ്യം ഓറഞ്ച്, സോഡിയം യെല്ലോ, ബേരിയം ലൈം ഗ്രീൻ. ഇത്രയും എലമെൻ്റ് ആയിട്ടുള്ള ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് എലമെൻസിൻ്റെ ഇമിറ്റഡ് വേവ് ലെങ്ത് ആണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലെയിം കളറും ഇമിറ്റഡ് വേവ് ലെങ്ത്തുമാണ് ഇത്. ഈ എലമെൻസിൻ്റെ വേവ് ലെങ്ത് ഒരു സ്പെസിഫിക് ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ മെറ്റൽസിന് ആൽക്കലൈൻ്റെയും ആൽക്കലൈൻ മെറ്റൽസിൻ്റെയും തെർമലി ഡിസോസിയേറ്റ് ഒരു ഫ്ലെയിമിൻ്റെ അകത്ത് വെച്ച് തെർമലി ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡി ഫ്ലൂയിഡിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബോഡി ഫ്ലൂയിഡിലെ സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം എന്നിവയുടെയൊക്കെ അളവ് എന്ന് വെച്ചാൽ മെറ്റൽ സോൾട്ടാണെന്ന് നമുക്ക് പറയാം. ഇതിൽ മെറ്റൽ സോൾട്ടിൽ അടങ്ങിയിരിക്കുന്ന ലിക്വിഡ് സോൾട്ട് സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഒരു
നമ്മൾ ഒരു ബോഡി ഫ്ലൂയിഡ് ഒരു ലിക്വിഡ് സാമ്പിൾ ആയിട്ട് എടുക്കുക. അപ്പോൾ ഈ ലിക്വിഡ് സാമ്പിളിൽ അടങ്ങിയിരിക്കുന്ന സോൾട്ട് സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫ്ലെയിമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇതിലെ സോൾവെൻ്റ് എന്ത് ചെയ്യും, ആദ്യം വേപ്പറൈസ് ചെയ്യും. ബാക്കിയുള്ള സോളിഡ് സോൾട്ട് പാർട്ടിക്കിൾ എന്ത് ചെയ്യും, അത് അതിൻ്റെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറും. ഇനി ഇത് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറിക്കഴിഞ്ഞിട്ട് ഈ ഗേഷ്യസ് മോളിക്യൂള് അവിടുന്ന് ഡിസോസിയേറ്റ് ചെയ്ത് ഒരു ന്യൂട്രൽ ആറ്റം ഉണ്ടാകുന്നു. ഇത് ഫ്ലെയിമിലെ തേർമൽ എനർജിയുടെ കാരണത്താൽ എക്സൈറ്റഡ് ആവുന്നു. പക്ഷേ ഈ എക്സൈറ്റഡ് ആറ്റം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അത് അൺസ്റ്റേബിൾ ആണ്. എക്സൈറ്റഡ് ആറ്റം അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഫോട്ടോണിനെ എമിറ്റ് ചെയ്ത് ലോവർ എനർജി സ്റ്റേറ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുന്നു. ഇതാണ് ഫ്ലെയിം ഫോട്ടോമീറ്റർ. അപ്പോൾ ഇത് നമുക്കൊന്നും കൂടി ബേസിക് കൺസെപ്റ്റ് പറയാം. ഇത് ഇവിടെ ഈ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആദ്യം ഒരു ലിക്വിഡ് സാമ്പിൾ കണ്ടെയ്നിങ് മെറ്റൽ സോൾട്ട് സൊല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ഇൻ ഫ്ലെയിം. ഈ സോൾവെൻറ്റ് ഫസ്റ്റ് വേപ്പറൈസ് ചെയ്യുന്നു. എന്നിട്ട് gaseous molecule dissociated to give neutral atom which can be excited to made a unstable by thermal energy of flame. The unstable excited atoms emitted a photon and while returning to the lower energy state. The measurement of emitted photons form the basis of flame photometry. ഈ emitted photon ന്റെ മെഷർമെൻ്റ് ആണ് ഇതിൻ്റെ ഫ്ലെയിം ഫോട്ടോമെട്രിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇനി ഈ ലൈറ്റ് എമിറ്റഡ് ഈസ് എന്ന് വെച്ചാൽ ഫോട്ടോൺ, ലൈറ്റ് എമിറ്റ് ചെയ്ത ഫോട്ടോൺസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സാമ്പിൾ കോൺസെൻട്രേഷൻ. ഇത് സാമ്പിൾ കോൺസെൻട്രേഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദ ലൈറ്റ് എമിറ്റഡ് ബൈ ദ എലമെൻറ്റ് at the characteristics wavelength is isolated by an optical filter and the intensity of the light measured by a photodetector, and then an electrical signal can be obtained proportional to sample concentration. Such an electrical signal can be processed and the readout obtained in an analog or digital form. ഇത് വേറൊന്നുമല്ല പറയുന്നത്, ഇത്രയും നമുക്ക് എമിറ്റഡ് ഫോട്ടോൺസ് കിട്ടി, അതൊരു ഒപ്റ്റിക്കൽ ഫിൽറ്റർ വെച്ച് അതിൻ്റെ ഇൻറ്റൻസിറ്റിയും ലൈറ്റ് കണ്ടുപിടിക്കുക, ഒരു ഫോട്ടോ ഡിറ്റക്ടർ വെച്ചിട്ട് അതിൻ്റെ ഇലക്ട്രിക് സിഗ്നൽ ഒബ്റ്റെയിൻ ചെയ്ത് അത് സാമ്പിൾ ഓഫ് കോൺസെൻട്രേഷൻ ആയിട്ട് കണ്ടുപിടിക്കുക. ഈ ഒരു സാമ്പിൾ ഓഫ് കോൺസെൻട്രേഷൻ നമുക്കൊരു ഡിജിറ്റലോ അനലോഗിൻ്റെയോ ഒരു ഫോമിലേക്ക് നമുക്ക് റീഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാകുക. ഇതാണ് ഈ ഫ്ലെയിം ഫോട്ടോമെട്രി. ഇനി ഫ്ലെയിം ഫോട്ടോമെട്രീൻ്റെ ആപ്ലിക്കേഷൻ ആണ്. ഫ്ലെയിം ഫോട്ടോമീറ്റർ ക്യാൻ ബി അപ്ലൈഡ് ബോത്ത് ഫോർ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് എലമെൻറ്റ്. The radiations emitted by the flame photometer are characteristics to particular metal. Hence, with the help of flame photometer, we can detect the presence of any specific element in given sample. അപ്പോൾ ഏതൊരു സാമ്പിളിലും നമുക്ക് ആൽക്കലി ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ, അതിൻ്റെ മെറ്റൽ പ്രസൻസും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ കോൺസെൻട്രേഷനും കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫ്ലെയിം ഫോട്ടോമീറ്റർ. അടുത്തത്, ദ പ്രസൻസ് ഓഫ് സം ടു second element is critical for soil health. We can determine the presence of various alkali and alkaline earth metals in soil sample by conducting flame test, and then the soil can be supplied with a specific fertilizer. അപ്പോൾ സോയിലിൽ ഉണ്ടാവുന്ന ആൽക്കലൈൻ്റെയും ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെയും കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നു. അങ്ങനെ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് ഫെർട്ടിലൈസേഴ്സ് എങ്ങനെയാണ് സപ്ലൈ ചെയ്യേണ്ടത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിന് കുറവുള്ളത് കുറഞ്ഞിട്ടും കോൺസെൻട്രേഷൻ കൂടി ഇതിനെ കുറയ്ക്കാനുള്ളതൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ദെൻ the concentration of Na plus and K plus ions are very important in the human body for conducting various metabolic functions. Their concentration can be determined by diluting and aspirating blood serum sample in the flame. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വേർഡാണ് ശരിക്കും നമുക്ക് ലബോറട്ടറി ഇനിലെ ഫ്ലെയിം ഫോട്ടോമീറ്ററിന് യൂസ്. ബ്ലഡിൽ
Na പ്ലസിന് കെ പ്ലസിൻ്റെയും കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നത്. അടുത്തത് സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഫ്രൂട്ട് ജ്യൂസസ് ആൻഡ് ആൽക്കഹോളിക് ബീവറേജസ് ക്യാൻ ഓൾസോ ബി അനലൈസ്ഡ് ബൈ യൂസിങ് പ്ലെയിൻ ഫോട്ടോമെട്രി ടു ഡിറ്റർമൈൻ ദ കോൺസെൻട്രേഷൻ ഓഫ് വേരിയസ് മെറ്റൽ ആൻഡ് എലമെൻറ്റ്സ്. സോഫ്റ്റ് ഡ്രിങ്കിലെയും ജ്യൂസിലെയും അനലൈസ് ചെയ്യുന്നു പ്ലെയിൻ ഫോട്ടോമെട്രി വെച്ചിട്ട് അതിൻ്റെ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുന്നു. അടുത്തൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് സെൻട്രിഫ്യൂഗ്. സെൻട്രിഫ്യൂഗ് ഈസ് ആൻ എസെൻഷ്യൽ എക്യുപ്മെന്റ് ഓഫ് every medical laboratory to separate solid particle from a liquid suspension by means of centrifugal force. Centrifuge is required for the preparation of serum and plasma, removing precipitants, etc. in the clinical biochemistry tests. ഈ സെൻട്രിഫ്യൂഗിൻ്റെത് നമ്മൾ ശരിക്കും ഇപ്പോൾ ഹെമറ്റോളജിയിൽ ബ്ലഡിൻ്റെ സെൻട്രിഫ്യൂഗേഷനൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കും. അതിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇത് ഒന്ന് മാത്രം മനസ്സിലാക്കുക, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വെച്ചിട്ട് ഒരു ലിക്വിഡിനെ അതിൻ്റെ സോളിഡ് പാർട്ടിക്കിളും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെൻട്രിഫ്യൂഗ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലഡ് ആണെങ്കിൽ ബ്ലഡ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് സെൻട്രിഫ്യൂഗ് ചെയ്യുകയാണെങ്കിൽ അതിൽ പ്ലാസ്മ വേറെ, അതിൽ ബാക്കിയുള്ള പാർട്ടിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വരുന്ന WBC, RBC, പ്ലേറ്റ്ലെറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേറെ രണ്ട് തട്ടായിട്ട് നമുക്ക് സെൻട്രിഫ്യൂഗ് ചെയ്ത് കിട്ടും. അപ്പോൾ അത് നമുക്ക് ബ്ലഡിൽ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സെൻട്രിഫ്യൂഗ്. അടുത്തത് വരുന്നത് വാട്ടർ ബാത്ത്. A water bath is an instrument where water is heated and the set temperature is maintained at a constant level. It is used to incubate liquid substances. Chemical tests react best at a specific temperature. Many tests react at room temperature and others require a specific temperature as body temperature. Such procedural requirements are met by using water bath. When the reactant in tubes are placed in a water bath, the water surrounding the tubes warm the substance inside the tube and it takes the same temperature as water. അപ്പോൾ ഒരു വാട്ടർ ബാത്ത് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്ടർ നന്നായി ഹീറ്റ് ചെയ്തിട്ട് ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക, ഒരു കോൺസ്റ്റൻറ്റ് ലെവൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ഈ ലിക്വിഡ് സബ്സ്റ്റൻസിനെയൊക്കെ ഇൻക്യുബേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ശരിക്കും വാട്ടർ ബാത്ത് യൂസ് ചെയ്യുന്നത്. കാരണം ചില കെമിക്കൽ ടെസ്റ്റുകളിൽ ഓരോന്നിനും സ്പെസിഫിക് ടെമ്പറേച്ചർ വേണ്ടി വരും. ഒന്നുകിൽ ചിലപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ടെസ്റ്റ് റിയാക്റ്റ് നടക്കാം, അല്ലെങ്കിൽ ചിലതിന് ബോഡി ടെമ്പറേച്ചർ ആയിരിക്കാം വേണ്ടത്. അങ്ങനെയുള്ള റിക്വയർമെൻറ്റ് വരുമ്പോഴാണ് ഈ വാട്ടർ ബാത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ട്യൂബുകളിലും ഈ റിയാക്റ്റൻ്റ് നമ്മുടെ കെമിക്കൽ എടുത്തിട്ട് അത് വാട്ടർ ബാത്തിലേക്ക് പ്ലേസ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ബാത്തിൽ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിലുള്ള വാട്ടറിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് ലെവലായിട്ടുള്ള ടെമ്പറേച്ചറിൽ സറൗണ്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഈ കെമിക്കലിനൊക്കെ വാം ആയിരും. എന്തുകൊണ്ട്? എന്നിട്ട് വാം ചെയ്തിട്ട് നമ്മുടെ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എത്രയാണോ ഉള്ളത് അതേ ടെമ്പറേച്ചറിൽ നമ്മുടെ കെമിക്കലും അതിൻ്റെ റിയാക്ഷനിൽ അതേ ടെമ്പറേച്ചറിൽ ഏർപ്പെടുന്നു. ഇതാണ് വാട്ടർ ബാത്ത് പറയുന്നത്. ഇതാണ് വാട്ടർ ബാത്ത് എന്ന് പറയുന്ന ഉപകരണം. എന്താ ഡെഫിനിഷൻ ഒന്ന് ജസ്റ്റ് നോക്കാം. എ വാട്ടർ ബാത്ത് ഈസ് ലബോറട്ടറി ഇൻസ്ട്രുമെന്റ്. It is a container or vessel filled with heated water. The temperature of water is maintained at a constant level. It is used to incubate samples over a period of time at a constant temperature. ഇതാണ് വാട്ടർ ബാത്ത് എന്ന് പറയുന്നത്. Next one, uses of water bath. Used to improve the solubility of purely soluble substance. It is used for melting of some substances. It is used for warming of chemical reagent. It is used for facilitating of some chemical reaction.
for incubation of cell cultures. It is used as a heat source for some substances such as flammable chemicals. ഇതാണ് വാട്ടർ ബാത്ത്. ഇനി അടുത്തതാണ് ഇൻക്യുബേറ്റർ. ഇൻക്യുബേറ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം. എഗ് ഇൻക്യുബേറ്റർ ഏകദേശം എല്ലാവരും അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിമുട്ട നമ്മൾ എന്ത് ചെയ്യും, കോഴിയില്ലാതെ, കോഴി അടയിരിക്കാതെ നമ്മൾ ഈ കോഴിമുട്ട നമ്മൾ വിരിയിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോഴിമുട്ട ഇൻക്യുബേറ്ററിൽ വെച്ച് നമ്മുടെ കോഴി അടയിരിക്കുമ്പോൾ എത്രയാണോ ടെമ്പറേച്ചർ വേണ്ടത് അതേ ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇൻക്യുബേറ്ററിൻ്റെ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഇൻക്യുബേറ്റർ പ്രവർത്തിക്കുന്നത്. ആ ഇൻക്യുബേറ്ററിൽ അതേ ഇതിലാക്കിയിട്ട് അപ്പോൾ ഇൻക്യുബേറ്ററിൽ ഇത്ര ദിവസം കറക്റ്റ് കോഴിമുട്ട ആ ഒരു ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടും. അതുപോലെ ഉള്ള ലാബിൽ യൂസ് ചെയ്യുന്ന ഇൻക്യുബേറ്റർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ നമുക്കിപ്പം നമ്മുടെ ബയോടെക്നോളജിയിലും പിന്നെ നമുക്കറിയാം ഒരു DNA കൾച്ചർ മീഡിയം അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കതിൽ ഒരുപാട് ബാക്ടീരിയാസ് വേണം. അതിന് മാത്രമല്ല കേട്ടോ, ഒരുപാട് DNA ഫിംഗർ പ്രിൻറ്റിങ്ങിനും അങ്ങനെ ഒരുപാട് ബാക്ടീരിയ ജെനറ്റിക്സിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നമുക്കിതൊക്കെ നമുക്ക് ബയോളജിയിൽ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഈ എസ്റ്ററേഷ്യ കോളി, ഈ കോളി, ഈ DNA ലിഗേസ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്. അപ്പോൾ അതിന് DNA ഫിംഗർ പ്രിൻറ്റിങ്ങിന് മാത്രമല്ല ഒരുപാട് ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബാക്ടീരിയാസാണ് ഈ കോളിയൊക്കെ. അപ്പോൾ ഈ കോളി ബാക്ടീരിയകളെയൊക്കെ നമുക്കൊരു അതിനൊക്കെ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ ഉണ്ട്. ആ സ്പെസിഫിക് ടെമ്പറേച്ചറിൽ മാത്രമേ അതിൻ്റെ കൾച്ചർ മീഡിയം ഉണ്ടാവുള്ളൂ. ആ ഒരു കൾച്ചർ മീഡിയത്തിൽ മാത്രമേ അത് വർക്ക് ആവുള്ളൂ. അത് കൂടുതൽ അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇതൊക്കെ കഴിയുള്ളൂ. അപ്പോൾ ഇതിനെ സൂക്ഷിക്കാൻ വേണ്ടി അതിനെ സൂക്ഷിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. ഇൻക്യുബേറ്റേഴ്സ് ഓൾസോ യൂസ്ഡ് ഫോർ ദി ഇൻക്യുബേഷൻ പർപ്പസസ്. Incubation at a controlled temperature is required for clinical biochemistry analysis. Okay, controlled temperature maintain ചെയ്യാൻ വേണ്ടി. The incubator is kept at a specific temperature, usually at 370 Celsius. When tubes are kept inside the incubator, they take the temperature of the incubator. The appropriate temperature is obtained by means of temperature regulator and is maintained by a thermostat. This permits a more accurate temperature control. ഇതാണ് ഇൻക്യുബേറ്റർ. ഇതാണ് കേട്ടോ ഒരു ഇൻക്യുബേറ്ററിൻ്റെ ഭാഗങ്ങൾ. ഇതിലാണ് നമ്മൾ ഓരോ കൾച്ചർ മീഡിയത്തിൽ നമ്മുടെ ബാക്ടീരിയകളെയൊക്കെ സൂക്ഷിക്കുന്നത്. ഇത്രയാണ്. ഇതൊരു വലിയ ലെങ്തി വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 എണ്ണം മൈക്രോ പിപ്പറ്റും ഓട്ടോ അനലൈസറും സെമി ഓട്ടോ അനലൈസറും ഡിസ്കസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതിൽ. അപ്പോൾ അത് നമുക്ക് പിന്നീടൊരു വീഡിയോയിൽ കാണാം. അത് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മൾ ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഈ 5 വീഡിയോസോടുകൂടെ നമ്മുടെ ഈ പാർട്ട് 1 മൊഡ്യൂൾ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നാളെ മുതൽ മൊഡ്യൂൾ 2 ഹെമറ്റോളജി ആരംഭിക്കും. അതുപോലെ നാളെ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, ഒന്ന് കണ്ടു നോക്കുക. കാരണം അത് വളരെ യൂസ്ഫുൾ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് ക്ലാസ്സുകൾ നന്നാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ തുടങ്ങിയിട്ട് കുറച്ചതായിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ പ്രോബ്ലംസൊക്കെ ഉണ്ടാവും, സൗണ്ടിൻ്റെ പ്രോബ്ലംസൊക്കെ ഉണ്ടാവും, ഒക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.